ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സൂര്യ കിച്ചൺ. ഞാൻ സൂര്യ രഞ്ജീഷ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ചിക്കൻ ഡ്രംസ്റ്റിക് ഫ്രൈ ആണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ചിക്കൻ ഡ്രംസ്റ്റിക് ഫ്രൈ സാധാരണ നമ്മൾ ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ ഒന്നിട്ട് ഡീപ് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഓയിൽ ആവശ്യമാണ്. പക്ഷേ ഞാൻ ഈ ഉണ്ടാക്കുന്ന ചിക്കൻ ഡ്രംസ്റ്റിക് ഫ്രൈക്ക് വളരെ കുറച്ച് ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ വഴിയെ കാണാൻ നമുക്ക് അതെങ്ങനെയാണ് വളരെ കുറച്ച് ഓയിൽ ഉപയോഗിച്ച് ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 6 ചിക്കൻ ഡ്രംസ്റ്റിക്ക്, അതായത് ചിക്കൻ കാല് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഞാനിങ്ങനെ നന്നായിട്ട് ഒരു നൈഫ് ഉപയോഗിച്ച് ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വരയുന്നത് മെയിനായിട്ടും ഇതിനകത്തേക്ക് ആവശ്യത്തിന് മസാലയെല്ലാം ഉള്ളിലേക്ക് ചെല്ലാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ പുറമെ മാത്രമേ മസാല ഇരിക്കുകയുള്ളൂ, അകമെല്ലാം നമ്മുടെ ചുമ പച്ചയ്ക്ക് തന്നെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മസാല അകത്തേക്ക് വരാൻ വേണ്ടി ഇതുകൊണ്ട് ഇങ്ങനെ ചിക്കനിൽ മൊത്തം വരഞ്ഞിട്ടുണ്ട്. ഇനി അതിനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ആൻഡ് 1 ടീസ്പൂൺ ചിക്കൻ മസാല. ചിക്കൻ മസാലയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് മസാലയോ ചേർക്കാം. മീറ്റ് മസാല ചേർക്കുമ്പോൾ വേറൊരു നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി 2 വേണമെങ്കിൽ ഹാഫ് വീതം നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. അതുകൂടാതെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്, അതിനാവശ്യമായ ഉപ്പ്, ഓയിൽ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചിക്കൻ ഡ്രംസ്റ്റിക് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ. ഇനി നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയുള്ള മസാല. ആദ്യം നമുക്ക് ഈ ചിക്കനിൽ മസാല നന്നായിട്ട് പുരട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനിങ്ങനെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ മസാലകളെല്ലാം ആഡ് ചെയ്യണം. ആദ്യമായിട്ട് ഞാൻ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നു. അതിനുശേഷം അതിലേക്ക് മല്ലിപ്പൊടി, അതിനുശേഷം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് നമുക്കിതിനെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പം നമുക്ക് ഇച്ചിരി വെള്ളമയം കുറവ് പോലെ തോന്നില്ല. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു അല്പം ഓയിലും കൂടെ ആഡ് ചെയ്യാം. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് നമ്മൾക്ക് ഉണ്ടാക്കാൻ ടേസ്റ്റി ആയിട്ട് വരുന്നത് കോക്കനട്ട് ഓയിലാണ്. അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം അത് തന്നെ ഒഴിച്ചോളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ ആ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ വേറെ ഏത് വെജിറ്റബിൾ ഓയിലോ കനോല ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് ഈ മസാല ഈ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അതിനായി ഇങ്ങനെ ഓരോ ചിക്കൻ എടുത്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്പൂൺ വെച്ച് ഇപ്പോൾ കൈകൊണ്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് സ്പൂൺ വെച്ചും ചെയ്യാം. പക്ഷേ കൈ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുണ്ടോ, നമ്മൾ ആ അതിൻ്റെ ഇടയ്ക്കൂടെ നന്നായിട്ട് നമുക്ക് ചിക്കനെ അകത്തേക്ക് നന്നായിട്ട് മസാല ഇങ്ങനെ തേച്ച് കൊടുക്കാൻ പറ്റും. ഇതുണ്ടോ, കാണിച്ചു തരാം. ഇതുണ്ടോ, ഇങ്ങനെ നന്നായിട്ട് നമുക്ക് ചിക്കനിലേക്ക് മസാല തേച്ച്. ഇപ്പം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കെല്ലാം ചെയ്ത് കഴിയുമ്പോൾ പുറമേ മാത്രം മസാല കാണും, അകത്തേക്ക് ചുമ്മാ സാധാരണ ജസ്റ്റ് അതിൻ്റെ ഫ്ലഷ് വെന്തിരിക്കുന്ന ആ ഒരു ടേസ്റ്റ് മാത്രമേ കാണുള്ളൂ. ഇപ്പം ഇതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കൈയെല്ലാം വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നന്നായിട്ട് മസാല ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ എല്ലാ ചിക്കനും ഇതുപോലെ മസാല തേച്ച് എടുക്കണം. നമുക്കതിനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതുപോലെ എല്ലാ ചിക്കനും നമ്മൾ ഇതുപോലെ തന്നെ
മസാല തേക്കണം. ഇപ്പോൾ ഞാൻ ചിക്കനിലെല്ലാം ഈ 6 ചിക്കനിലും ഞാൻ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് മസാല ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറഞ്ഞത് ഒരു 30 മിനിറ്റെങ്കിലും ഈ ചിക്കനെ നമുക്ക് കവർ ചെയ്യണം. ഞാനിപ്പോൾ ഇതിനെ ഒരു ഹോളിൽ വെച്ചാണ് കവർ ചെയ്യുന്നത്. നന്നായിട്ട് കവർ ചെയ്തിട്ട് ഇതിനെ നമുക്കൊരു ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഫ്രിഡ്ജിലൊരു 30 മിനിറ്റാണ് ഞാനിപ്പം വെക്കാൻ പോകുന്നത്. പക്ഷേ ഇത് എത്രയും സമയം കൂടുതൽ വെക്കുന്നോ അത്രയും നന്നായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഉച്ചക്കത്തേന് വേണ്ടി ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് രാത്രി നന്നായിട്ട് മസാലയെല്ലാം തേച്ച് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പം നിങ്ങൾക്ക് വൈകുന്നേരത്തിനാണെങ്കിൽ രാവിലെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് ഫ്രീസറിലല്ല വെക്കേണ്ടത്, നമ്മുടെ നോർമൽ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊരു 30 മിനിറ്റ് ശേഷം ഇത് നമുക്കെടുത്ത് ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഇതൊരു അരമണിക്കൂർ മിച്ചമായിട്ടുണ്ട്. ഇതിപ്പം നമുക്കിനി അടുത്തതായി ഇത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ആണ്. ഇതിപ്പം ഓവർ നൈറ്റ് വെച്ചിരുന്നാൽ നന്നായിട്ട് വരും. പക്ഷേ ഇപ്പം നമ്മൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റിൽ നിങ്ങൾ വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായി ഞാനിവിടെ ഒരു കുക്കർ എടുക്കുകയാണ്. ഈ ഒരു കുക്കറിൽ ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ കുക്കറിൻ്റെ കൂടെ എല്ലാം നമുക്കൊരു സ്റ്റീമർ കിട്ടാറുണ്ട്. ആ ഇപ്പോൾ സ്റ്റീമർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാത്രം. അപ്പോൾ ഇങ്ങനെ ഹോൾസ് വേണമെന്നും നിർബന്ധമില്ല കേട്ടോ. ഇതിനെ നമ്മൾ ഇങ്ങനെ വെക്കുന്നതിന് പകരം തിരിച്ച് ഇങ്ങനെ ഇടുക, കുക്കറിനകത്തേക്ക് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ചിക്കൻ പീസസിനെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതിൽ അടുക്കി വെച്ച് കൊടുക്കുക. ഇത് ശരിക്കും ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ അല്ലാണ്ട് ചെയ്യണമെങ്കിൽ ഫുൾ ഡീപ് ഫ്രൈ ചെയ്യാണ്ട് നമുക്കിത് വെന്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ എത്രയും ഓയിൽ കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കുക്കറിൽ വെച്ച് ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ ചിക്കനെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുക്കറിനെ എടുത്ത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിതിനെ ഓൺ ചെയ്തു. അതിനുശേഷം ഈ കുക്കറിൻ്റെ ലിഡ് നമ്മളിത് വെച്ച് അടയ്ക്കുക. ഇതിങ്ങനെ അടച്ച് ഒരു 2 വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ചിക്കൻ 2 വിസിൽ വെച്ച് എയറെല്ലാം പോയി ഇരിക്കുന്നത്. നമുക്ക് തുറന്ന് നോക്കാം. ഇതാ നോക്കൂ, ഇപ്പോൾ നമ്മൾ വെച്ച ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ട്, ഫോർക്ക് വെച്ച് കുത്തുമ്പോൾ നന്നായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചിക്കനെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റ്സ് ഇതിൻ്റെ ജസ്റ്റ് ചൂടൊന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് വെയിറ്റ് ചെയ്യുന്നത് മെയിനായിട്ടും ഇതിൻ്റെ മുകളിലൊക്കെ കുറച്ച് വെള്ളമയം പോലെ കാണും. നമ്മൾ സ്റ്റീം ചെയ്തുകൊണ്ട് ആ വെള്ളമയമൊക്കെ ഒന്ന് വലിഞ്ഞു പോകാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഞാനൊരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 2 ചെറിയ സ്പൂൺ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആകെ ഇത്ര ഓയിൽ എടുക്കുന്നുള്ളൂ. ഓൾറെഡി പാൻ ചൂട്, നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് ഇങ്ങനെ സർക്കിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇന്ന് നമ്മൾ സൂക്ഷിച്ചോണം. ഈ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ ഇതിൽ ചിക്കനുള്ളിൽ ചെറിയ വെള്ളമയം കാണും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമ്മൾ ഇതിനകത്തേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ഇതിന് ശേഷം ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഒന്നും കൂടി ചുറ്റിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു ലിഡ് വെച്ച് ഇതിനെ കവർ ചെയ്യുകയാണ്. ഇനി നമുക്ക് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടാം. ഇത് കണ്ടോ, നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ടോ? അതുപോലെ ഇങ്ങനെ തിരിച്ചു മറിച്ച് വിട്ട് നമുക്കിനി ഓൾറെഡി കുക്കഡാണ്. ഇനി ജസ്റ്റ് ഇതിൻ്റെ പുറം ഭാഗം എല്ലാം ഒന്ന് മൊരിയുന്നവരെ ഒന്ന് തിരിച്ചു മറിച്ച് വിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. ഇനി 1 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിടുക. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് വന്നേക്കുവാണെങ്കിൽ അതിനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. നമുക്കെങ്കിൽ ഇത് അടച്ച് വയ്ക്കാം. ഇത് അടച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ ഇത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ.
ഇപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനിവിടെ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഡ്രംസ്റ്റിക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ മോളും രഞ്ജി ചേട്ടനും കൂടെയാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഞാൻ അവർക്ക് വേണ്ടി അപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇവരെന്ത് പറയുന്നു. ഹലോ, ഹായ്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാതെ ചിക്കൻ ഫ്രൈ. ഇഷ്ടമായി എനിക്ക്. എല്ലാവരും മുറിഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ കൊള്ളാം സൂര്യ, അടിപൊളി. ബൈ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അവർ ടേസ്റ്റ് ചെയ്യുന്നത്. ഇനിയും നിങ്ങളും അവർ മാത്രം ടേസ്റ്റ് ചെയ്താൽ പോരാ, നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ബായ്.